എല്ലാവർക്കും നമസ്കാരം. ജ്യോതിശാസ്ത്ര പ്രകാരം ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ ഗ്രഹപ്രകൃതം എന്നൊക്കെ അതിന് പറയാം. ഇങ്ങനെ സ്വഭാവം നിശ്ചയിച്ചിരിക്കുന്നതിൻ്റെ മൂല കാരണം ഒരു ജ്യോതിഷ ഫലം പറയുമ്പോൾ ഉപയോഗിക്കുവാൻ ആകെ 2 പ്രകാശഗ്രഹങ്ങളും, അതായത് സൂര്യചന്ദ്രന്മാരും, 5 താരാഗ്രഹങ്ങളും, അതായത് കുജൻ, ചൊവ്വ, ബുധൻ, ഗുരു, ശുക്ര, മന്ദൻ, ഇങ്ങനെ 5 താരാഗ്രഹങ്ങളും 2 തമോഗ്രഹങ്ങളും. അപ്പോൾ രാഹുകേതുക്കളാണ് ആ തമോഗ്രഹങ്ങൾ. അങ്ങനെ 9 നവഗ്രഹങ്ങളും, ലഗ്നമെന്ന ഉദയ ബിന്ദുവും, ഗുളികൻ എന്ന ശനിയുടെ ഉപഗ്രഹങ്ങളെ കൊണ്ടും വേണം ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളുടെയും സ്വഭാവ വിശേഷതകൾ പറയേണ്ടത്. അതിനുവേണ്ടിയാണ് ഓരോ ഗ്രഹങ്ങൾക്കും അവരുടെ സ്വഭാവം, നിറം, അതുപോലെ തന്നെ പ്രായം, പഴക്കം ഇത്യാദികളെല്ലാം ഇത്രയും ഗ്രഹങ്ങളും കൊണ്ട് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. 12 രാശികളും കൂടി ഒരു ജാതകത്തിലെ ഗ്രഹങ്ങളുടെ നിലയും ശക്തിയും അറിഞ്ഞു വേണം ആ വ്യക്തിയുടെ സ്വഭാവം, ആകൃതി, ഇഷ്ടാനിഷ്ടങ്ങൾ, ആരോഗ്യം, ഭക്ഷണരീതി, ബലം, വിവാഹം, സന്താനം, തൊഴിൽ മുതലായ എല്ലാ കാര്യങ്ങളും പറയാൻ കഴിയുകയുള്ളൂ. കാരണം ഗൾഫിൽ നിന്ന് ഒരാൾ വിളിക്കുക, അതല്ലെങ്കിൽ വേറെ നാട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ആ ജ്യോതിഷി ചിലപ്പോൾ ആ വ്യക്തിയെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി ആ ജ്യോതിഷി അറിയണം, അല്ലെങ്കിൽ ജ്യോതിഷി അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ അന്നേ ദിവസത്തെ ഗ്രഹനിലയും വിളിച്ച സമയവും നിമിത്തങ്ങളും കൊണ്ടാണ്. അതിനുവേണ്ടിയാണ് ഗ്രഹങ്ങൾക്ക് ഓരോ സ്വഭാവങ്ങൾ നൽകിയിരിക്കുന്നത്. ജാതകം എന്ന വാക്കിൻ്റെ അർത്ഥം കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല, ജാത എന്ന് പറഞ്ഞാൽ ജനിച്ച അല്ലെങ്കിൽ പുറത്തു വന്ന സമയം, അതായത് ജാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല പുറത്തു വന്ന സമയം എന്നാണ്. പൂർവജന്മത്തിലെ ശുഭാശുഭ ഫലങ്ങളാണ് ജാതകത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഗ്രഹങ്ങളുടെ സ്വഭാവം പഠിക്കേണ്ടത് വളരെ പ്രധാനമാണ്. കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മഫലങ്ങളെല്ലാം പറയണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രഹങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കിയേ മതിയാകൂ. ഒരു ഗ്രഹം ബലവാനായി ലഗ്നത്തിൽ സ്ഥിതി ചെയ്താൽ അതിൻ്റെ സ്വഭാവം, ലക്ഷണങ്ങൾ എല്ലാം തന്നെ ജാതകത്തിൽ കാണും എന്നത് ഉറപ്പായ കാര്യമാണ്. അതുപോലെ തന്നെയാണ് ലഗ്നത്തിലേക്ക് നോക്കുന്ന ഗ്രഹം, ലഗ്നാധിപൻ നിൽക്കുന്ന രാശി, അംശിച്ചിരിക്കുന്ന രാശി, ഇവയെല്ലാം കൊണ്ടും വേണം ഒരു ജ്യോതിഷി ഫലം പറയുവാൻ. ഗ്രഹം എന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത് ഗ്രഹ എന്ന ധാതുവിൽ നിന്നാണ്. ഗ്രഹ എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുക, അല്ലെങ്കിൽ ആ വാക്കിന് പിടിക്കുക, വലിക്കുക, ആകർഷിക്കുക എന്നൊക്കെ വേറെ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഗ്രഹസ്വഭാവം ആചാര്യന്മാർ നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ ഗ്രഹസ്വഭാവം എന്ന ഒരു പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാ ഗ്രഹങ്ങളുടെയും സ്വഭാവം, അതുപോലെ തന്നെ അവരുടെ നിറം, മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. എല്ലാവരും അത് കാണുക, ജ്യോതിഷത്തെക്കുറിച്ച് കൂടുതലായി അറിയുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നല്ല നല്ല ഉപദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നല്ല നന്ദി, നമസ്കാരം.